Hi all, welcome back to another session of Geotechnical Engineering. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൊഡ്യൂൾ 3യിലെ ഒന്നാമത്തെ പോർഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ എക്സ്പ്ലോറേഷൻ ആയിരുന്നു. നമ്മൾ അതിന്റെ പല മെത്തേഡ്സും സ്റ്റെപ്സ് ഒക്കെ കണ്ടു. സാമ്പിൾസ് എങ്ങനെയാണ് സാമ്പിൾസ് കളക്ട് ചെയ്യുക, എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് കൂടെ ഡിസ്കസ് ചെയ്ത് സോയിൽ എക്സ്പ്ലോറേഷൻ എന്നുള്ള പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ആ ക്ലാസ്സിന്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു മൊഡ്യൂൾ 3ന്റെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു പോർഷൻ ആണ്. ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലെ. നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടുപിടിച്ച് സോയിലിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ കണ്ടുപിടിച്ചിട്ട് അവസാനം നമ്മൾ അതിന്റെ മുകളിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. ആ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ സോയിൽ ഫെയിൽ ആവോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയുള്ള സോയിലിന്റെ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ബിയറിംഗ് കപ്പാസിറ്റി അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മുടെ സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ബിയറിംഗ് കപ്പാസിറ്റിയെ കുറിച്ച് കവർ ചെയ്ത് പോകുന്നില്ല. എല്ലാത്തിനെ കുറിച്ചും ഡിപ്ലോമ സിലബസിൽ കുറച്ച് അറിവുണ്ടാകണം എന്ന രീതിയിൽ എന്താണ് ബിയറിംഗ് കപ്പാസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിന്റെ കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ വളരെ ബ്രീഫായിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മുടെ സിലബസിൽ പോകുന്നുണ്ട്. സോ ആ രീതിയിൽ തന്നെ നമ്മൾ ഈ ക്ലാസ്സും മുന്നോട്ട് പോകും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ബിയറിംഗ് കപ്പാസിറ്റിയുടെ കുറച്ച് ടൈപ്സ് ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻസ് നമ്മൾ കാണും. അതിനുശേഷം പല സോയിലിൽ എങ്ങനെയാണ് ഫെയിലിയർ സംഭവിക്കുന്നത് കാണും. അതിനുശേഷം പല തിയറീസ് ഉണ്ട്. ആ തിയറീസിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന തിയറി എന്ന് പറഞ്ഞാൽ ടെർസാഗീസ് തിയറിയാണ്. എന്താണ് ടെർസാഗീസ് തിയറി ഫോർ കാൽക്കുലേറ്റിംഗ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വളരെ ബ്രീഫായിട്ട് നമ്മൾ കാണും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ പറഞ്ഞു എന്താണ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് നമ്മൾ എന്തിനാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ഒരു സൈറ്റിൽ പോയിട്ട് മണ്ണിന്റെ മുകളിൽ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കും അല്ലെ. ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ബിൽഡിങ്ങിന്റെ എൻറ്റയർ ലോഡ് അതിന്റെ ഫൗണ്ടേഷൻ വഴി അല്ലെങ്കിൽ ഫൂട്ടിങ് വഴി സോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. സോ ഫൂട്ടിങ് ഈസ് ദ മെമ്പർ ദാറ്റ് കണക്ട്സ് അവർ ബിൽഡിംഗ് ടു ദ സോയിൽ അല്ലെ. സോ ഫൂട്ടിങ്ങിൽ നിന്നുള്ള ലോഡ് സോയിലോട്ട് പോകുന്നു. ഇങ്ങനെ ഫൂട്ടിങ്ങിൽ നിന്നുള്ള ലോഡ് സോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ലോഡ് നമ്മൾ സോയിലിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സോയിലിന്റെ കപ്പാസിറ്റി കൂടുതലായാൽ എന്ത് സംഭവിക്കും? സോയിൽ ഫെയിൽ ആവും അല്ലെ. അങ്ങനെ സോയിലിൽ രണ്ട് രീതിയിൽ ഫെയിലിയർ സംഭവിക്കാം. ആ രണ്ട് രീതിയിലുള്ള ഫെയിലിയർ ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് ഫെയിലിയർ. നമ്മൾ ആദ്യം തൊട്ടേ വോയിഡ് റേഷ്യോയെ കുറിച്ചും സോയിലിന്റെ 3 ഫേസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ സോയിലിന്റെ ഉള്ളിൽ എന്തായാലും വോയിഡ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ ഒരു വെയിറ്റ് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാവും. സെറ്റിൽമെന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, യൂണിഫോം സെറ്റിൽമെന്റ്, ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്. സോ നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷൻ ഒരു സോയിലിന്റെ മുകളിൽ വെച്ചാലും സെറ്റിൽമെന്റ് സംഭവിക്കും. ആ സെറ്റിൽമെന്റ് അത്യാവശ്യം യൂണിഫോം ആണ്, കുറച്ച് പെർമിസിബിൾ ലിമിറ്റിന്റെ ഒക്കെ അകത്താണെങ്കിൽ നമുക്ക് വിഷയമില്ല. ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഇപ്പൊ നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്, പക്ഷെ ഈ പോർഷൻ സെറ്റിൽ ആയതിനേക്കാൾ കൂടുതൽ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട് അല്ലെ. അങ്ങനെ എന്ത് സംഭവിക്കും? ആ ബിൽഡിങ്ങിൽ ക്രാക്ക് വീണ് ബിൽഡിംഗ് പൊളിയും. സോ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റോട് ബിൽഡിംഗ് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. സോ യൂഷ്വലി one of the condition of soil failure is settlement failure. So സെറ്റിൽമെന്റ് വഴി നടക്കുന്ന ഫെയിലിയർ ആണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷിയർ ഫെയിലിയർ ആണ്. ഓക്കെ, ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം. ഈ ഇമേജിൽ എങ്ങനെയാണ് സോയിൽ ഫെയിൽ ചെയ്തിരിക്കുന്നത്? ഒരു വി ഷേപ്പിലാണ് അല്ലെ. നമ്മൾ ബിൽഡിങ്ങിലോട്ടുള്ള ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ലോഡ് കൊണ്ട് ഒരു വി ഷേപ്പിൽ ഫെയിലിയർ സംഭവിച്ച് അത്രയും പോർഷൻ താഴോട്ട് പോയിട്ട് ഫെയിലിയർ സംഭവിക്കുന്നു. ദാറ്റ് ഈസ് ഷിയർ ഫെയിലിയർ. So in any case, when you are applying load to soil, the failure in soil happens by two means. One is by settlement, the other one is by shear. അപ്പോൾ നമ്മൾ യൂഷ്വലി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൂട്ടിങ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ടീഷൻ, സെറ്റിൽമെന്റ് കൊണ്ടോ ഷിയർ കൊണ്ടോ ആ മണ്ണിന് ഫെയിലിയർ ഉണ്ടാവാൻ പാടില്ല. സോ അങ്ങനെ ഫെയിലിയർ ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫൂട്ടിങ് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഫൂട്ടിങ് പ്രൊപ്പോർഷൻ ചെയ്യുക. അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട രണ്ട് കണ്ടീഷൻ എന്തൊക്കെയാണ്? ഫൗണ്ടേഷൻസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ്
സോയിൽ ബിലോ ഡസ് നോട്ട് ഫെയിൽ ഇൻ ഷിയർ. സോ ഷിയറിൽ സോയിൽ ഫെയിൽ ആവാൻ പാടില്ലാത്തതുപോലെയും, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സെറ്റിൽമെന്റിന് ഒരു പെർമിസിബിൾ ലിമിറ്റ് വരെയൊക്കെ നമുക്ക് ക്ഷമിക്കാം. അതിൽ കൂടുതലായി കഴിഞ്ഞാലാണ് ബിൽഡിംഗ് ഫെയിൽ ആവുക. സോ സെറ്റിൽമെന്റ് നമ്മൾ ഈ പറയുന്ന പെർമിസിബിൾ ലിമിറ്റിന്റെ അകത്തായിരിക്കണം. അതുപോലെ ഷിയറിൽ സോയിൽ ഫെയിൽ ആവാനും പാടില്ല. ഈ രണ്ട് രീതിയിൽ വരുന്ന രീതിയിലാണ്, ഈ രണ്ട് രീതിയിൽ ഫെയിൽ ആവാത്ത രീതിയിലാണ് നമ്മൾ യൂഷ്വലി ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുക. ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ ഫൗണ്ടേഷന്റെ സൈസ് തീരുമാനിച്ചാലാണ്, നമുക്കറിയാം ഇതൊരു പ്രഷറാണ് അല്ലെ, പ്രഷർ ഡിപ്പെൻസ് ഓൺ ഏരിയ. നമ്മൾ ഫൗണ്ടേഷൻ തീരുമാനിക്കുന്നത് ഈ ലോഡ് എത്രയും ആയിക്കോട്ടെ, ആ ലോഡ് കൂടുതൽ ഏരിയയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ സോയിലിൽ വരുന്ന പ്രഷർ കുറയും അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഫൂട്ടിങ് ഡിസൈൻ ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് ഫൗണ്ടേഷൻസ് ആർ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ലോഡ് കൊണ്ട് ഒരിക്കലും സോയിൽ ഷിയറിൽ ഫെയിൽ ചെയ്യാൻ പാടില്ല, അതുപോലെ പെർമിസിബിൾ ലിമിറ്റിലുള്ള സെറ്റിൽമെന്റിനേക്കാൾ കൂടുതൽ പോകാൻ പറ്റില്ല. സോ അതിനനുസരിച്ച് നമ്മൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ലോഡ് ഫൗണ്ടേഷൻ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സോയിലിലോട്ട് കൊടുക്കും. അങ്ങനെയാണ് ഫൂട്ടിങ് നമ്മൾ ഡിസൈൻ ചെയ്യുക. സോ നോട്ട് ദീസ് ടു കണ്ടീഷൻസ്. ഒന്ന് സെറ്റിൽമെന്റ് ആണ്, രണ്ടാമത് ഷിയർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ സോയിലിന് ഫെയിലർ സംഭവിക്കാതെ, ഷിയറിൽ ഫെയിലർ സംഭവിക്കാതെ, അതുപോലെ സോയിലിന്റെ സെറ്റിൽമെന്റ് ലിമിറ്റിൽ, പെർമിസിബിൾ സെറ്റിൽമെന്റ് ലിമിറ്റിൽ കൂടുതൽ സെറ്റിൽമെന്റ് സംഭവിക്കാതെ നമുക്ക് ആ സോയിലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബിയറിംഗ് കപ്പാസിറ്റി. ഇപ്പൊ സോയിൽ ഫെയിൽ ആവാതെ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് സോയിലിൽ ഫെയിലർ സംഭവിക്കാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ് എന്ന് വെച്ചാൽ സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിയറിംഗ് കപ്പാസിറ്റി. സോ സിംപ്ലി ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. സോയിലിന് രണ്ട് കണ്ടീഷൻ, ഫെയിലറിന് രണ്ട് കണ്ടീഷൻ ഉള്ളത്. ഒന്ന് സെറ്റിൽമെന്റ് പെർമിസിബിൾ ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കണം, രണ്ടാമത്തത് ഷിയറിൽ ഫെയിലർ ആവാൻ പാടില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് സോയിലിൽ ഫെയിലർ ആവാതെ നമുക്കൊരു ബിൽഡിങ്ങിൽ നിന്ന് സോയിലിലോട്ട് എത്ര ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നതിന്റെ ഐഡിയ ആണ്, അല്ലെങ്കിൽ ആ കപ്പാസിറ്റിയാണ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. ഇതാണ് ബിയറിംഗ് കപ്പാസിറ്റി. നൗ ഈ ബിയറിംഗ് കപ്പാസിറ്റിനെ നമ്മൾ പല കാറ്റഗറൈസ് ചെയ്തിട്ട് പല ഡെഫിനിഷൻ പഠിക്കും. എന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് ബിയറിംഗ് കപ്പാസിറ്റീസ് പഠിക്കും. അതിന്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം കാണാൻ പോകും. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ചെറിയ ഐഡിയ. സോ ഇതൊരു ഫൂട്ടിംഗ് ആണ് അല്ലെ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവല്. ഗ്രൗണ്ട് ലെവലിൽ നമ്മളൊരു ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ മുകളിലൊരു കോളം ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫൂട്ടിംഗ്. ഇത് സോയിലാണ്. ആ സോയിൽ എക്സ്കവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് റീഫില്ല് ചെയ്യുന്നു. ഇനി ഫൗണ്ടേഷന്റെ ഡെപ്ത് ആണ് DF എന്ന് പറയുന്നത്. Q എന്ന് പറയുന്ന ലോഡാണ് ആ ഫൗണ്ടേഷനിൽ വരുന്നത് വിചാരിക്കുക. സോ ഇവിടെ ഈ ഫൗണ്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ലോഡ് എങ്ങോട്ടാ പോവുക? ഈ ഫൂട്ടിങ്ങിന്റെ തൊട്ട് താഴെയുള്ള സോയിൽ ലെയറിലോട്ടായിരിക്കും അല്ലെ. ഈ ഫൂട്ടിങ്ങിന്റെ തൊട്ട് താഴെയുള്ള സോയിൽ ലെയറിലോട്ടായിരിക്കും ഈ എൻ്റയർ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്തൊക്കെ കൊണ്ടായിരിക്കാം എന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം, നമ്മൾ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പ്. ഒന്നാമത് ലോഡ് ഫ്രം ദ ഫൗണ്ടേഷൻ. ഈ Q എന്ന് പറയുന്നത് ഫോഴ്സും, അതുകൂടാതെ ഈ ഫൗണ്ടേഷന്റെ സെൽഫ് വെയിറ്റ് ഉണ്ടാവും അല്ലെ. Q എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ ഏതാണോ സ്ട്രക്ചർ ഉള്ളത് ആ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഫോഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഓരോ കോളത്തിലും വരുന്ന ഫോഴ്സ് എടുക്കുന്നതാണ് ലോഡ് ഫ്രം ദ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറിന്റെ ലോഡും അതുപോലെ ഈ ഫൗണ്ടേഷന്റെ സെൽഫ് വെയിറ്റും കൂടെ കൂടിയ ഒരു വെയിറ്റ് ഈ പറയുന്ന ഈ DF ഡെപ്തിലുള്ള സോയിലിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് ഒരു പ്രഷർ ഉണ്ടാവും, ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രഷർ എന്താ? അതിന്റെ മുകളിലുള്ള സോയിലിന്റെ പ്രഷർ. സോ രണ്ട് ലോഡ് അതിന്റെ മുകളിലുണ്ട്. സോ ഈ ലെയറിന്റെ മുകളിലോട്ട് എടുത്താൽ അവിടെ രണ്ട് ലോഡാണ് ഉള്ളത്. ഒന്നാമത് ഈ ഫൗണ്ടേഷനിൽ കൂടെ വരുന്ന ലോഡ്. ഫൗണ്ടേഷനിൽ കൂടെ വരുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫൗണ്ടേഷന്റെ സെൽഫ് വെയിറ്റ് തന്നെ, രണ്ടാമത് അതിന് മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ്. സോ അതുകൊണ്ട് ഒരു പ്രഷർ ആ ലെയറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മണ്ണ് നമ്മൾ മാറ്റി ഫൗണ്ടേഷൻ ഉണ്ടാക്കി, എന്നിട്ട് മണ്ണ് റീഫിൽ ചെയ്യുന്നുണ്ട് അല്ലെ. സോ റീഫിൽ ചെയ്യുമ്പോഴും ആ മണ്ണ് അവിടെ ഉണ്ട്. സോ ആ മണ്ണ് കൊണ്ടുണ്ടാകുന്ന വെയിറ്റും ഉണ്ട്. ഈ രണ്ട് ലോഡ് കൊണ്ടുണ്ടാവുന്ന പ്രഷറാണ് ഈ ലെയറിൽ ആക്ട് ചെയ്യുക. ഓക്കെ, ഈ ഫൗണ്ടേഷന്റെ ഡെപ്തിലുള്ള ലെയറിൽ ആക്ട് ചെയ്യുക. ഇത് ഓർത്ത് വെക്കുക. ഈ ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഓരോ ഡെഫിനിഷൻസ് ആയിട്ട് കാണാൻ പോവുക. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ,
Let's see the definition. What is ultimate bearing capacity? The minimum gross pressure at the base of the foundation at which the soil fails in shear. Okay, minimum gross pressure at the base of foundation at which the soils fails in shear. എന്ന് വെച്ചാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഗ്രോസ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ലെയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡി എഫ് എന്ന് പറഞ്ഞ ഡെപ്ത് അല്ലെ, ആ ഡി എഫ് എന്ന് പറഞ്ഞ ഡെപ്തിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ലോഡും കൊണ്ടുണ്ടാകുന്ന പ്രഷർ ഉണ്ടെന്ന് എടുക്കുന്നു നമ്മൾ. ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ലോഡും കൊണ്ടുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ലോഡ് ഫ്രം ഫൗണ്ടേഷൻ ഉണ്ട്, ലോഡ് ഡ്യൂ ടു സോയിൽ ഫീൽ ഉണ്ട്. ഈ രണ്ട് ലോഡ് കൊണ്ടുണ്ടാകുന്ന ആ ലെയറിൽ പ്രഷർ ഉണ്ട്. ആ പ്രഷർ കൊണ്ട് വെച്ചാൽ ആ പ്രഷർ കൊണ്ട് സോയില് ഷിയറിൽ ഫെയിൽ ആവാൻ വേണ്ട മിനിമം പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. അതായത് ഗ്രോസ് ലോഡ് കൊണ്ട് ആ സോയിൽ ലെയർ ഫെയിൽ ആവാൻ, അതായത് ഷിയറിൽ ഫെയിൽ ആവാൻ വേണ്ട മിനിമം പ്രഷറിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. ഇവിടെ ഗ്രോസ് എന്ന് പറഞ്ഞൊരു ടേം നോട്ട് ചെയ്ത് വെക്കുക. ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഫോഴ്സ് ആണ് അല്ലെ. ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതോടെ ആദ്യം ഉണ്ടായിരുന്ന സോയിൽ കൊണ്ടുള്ള വെയിറ്റ് കൊണ്ട് രണ്ടാമത് വരുന്ന ഫൗണ്ടേഷനിൽ നിന്നുള്ള വെയിറ്റ് കൊണ്ട്, ഈ രണ്ട് ഫോഴ്സ് കൊണ്ടും അവിടെ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ആ പ്രഷർ കൊണ്ട് എന്ന് വെച്ചാൽ ആ പ്രഷർ പല രീതിയിലല്ല, ലോഡ് മാറുന്നതിനനുസരിച്ച് പ്രഷർ മാറും അല്ലെ. അങ്ങനെ ആ സോയിൽ ലെയർ എടുത്തു കഴിഞ്ഞാൽ ആ സോയിലിൽ ഫെയിൽ ആവാൻ വേണ്ട മിനിമം ഗ്രോസ് പ്രഷറിനാണ് നമ്മൾ എന്ത് വിളിക്കുക? അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. സോ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക QU എന്നാണ്. QU is the ultimate bearing capacity. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. സോറി, ഇത് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി അല്ല, സോറി അത് തെറ്റൊന്നുമില്ല. നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് തന്നെയാണ്. അടുത്തതാണ് നമുക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റീസ് വരാം. സോ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. നേരത്തെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആയിരുന്നു, ഇപ്പോൾ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നു. നമുക്കൊന്ന് ആദ്യം ഒന്ന് നോക്കാം. നമ്മളൊരു സൈറ്റിൽ പോകുന്നു. ആ സൈറ്റിൽ ഓൾറെഡി സോയിൽ ഉണ്ടായിരുന്നു അല്ലെ. ആ സോയിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിന്റെ മുകളിൽ സ്ട്രക്ചർ പണിയുന്നു അല്ലെ. അപ്പൊ അവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ലോഡ് എന്നിട്ട് നമ്മൾ ആ കുഴി എടുത്തത് ഫില്ല് ചെയ്യുന്നുണ്ട്, സോയിൽ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സോയിൽ വെച്ച് ഫില്ല് ചെയ്തു, അഡീഷണൽ ആയിട്ടൊരു ഫൗണ്ടേഷനും ഉണ്ട്. സോ അഡീഷണൽ ആയിട്ട് എന്ത് ഫോഴ്സ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ എന്ത് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ എന്ത് പ്രഷറാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്? ദാറ്റ് പ്രഷർ ഈസ് നത്തിങ് ബട്ട് ദ പ്രഷർ ഫ്രം ദ സൂപ്പർ സ്ട്രക്ചർ. അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്ത് ഫൗണ്ടേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡാണ് അവിടെ പുതിയതായിട്ട് വന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. സോ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്ന പ്രഷർ ഈസ് ഓൺലി ഡ്യൂ ടു ദ നെറ്റ് ഇൻക്രീസ് ഓഫ് ദ ലോഡ് അല്ലെ. അവിടെ ആദ്യം ഓൾറെഡി മണ്ണുണ്ടായിരുന്നു അല്ലെ, ആ സോയിൽ ഓൾറെഡി മണ്ണുണ്ടായിരുന്നു. ആ മണ്ണിനെ നമ്മൾ മാറ്റി, ആ മണ്ണിനെ മാറ്റിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ വെച്ചു, അതിന്റെ മുകളിൽ സ്ട്രക്ചർ പണിതു, അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തിരുന്നു. ഇപ്പൊ അവിടെ മണ്ണ് കൊണ്ട് ഒരു ഫൗണ്ടേഷനും ഉണ്ട് അല്ലെ. മണ്ണ് ഓൾറെഡി ഉണ്ടായിരുന്നു, പുതിയതായിട്ട് അവിടെ വന്നത് എന്താണ്? ഒരു ഫൗണ്ടേഷൻ മാത്രമാണ്. ആ ഫൗണ്ടേഷൻ വന്നു, ആ ഫൗണ്ടേഷനിൽ കൂടെ ലോഡ് വന്നു. സോ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ minimum net increase in pressure at the base of the foundation at which the soil fails in shear. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞത് ഈ സോയിൽ ഷിയറിൽ ഫെയിൽ ചെയ്യാൻ വേണ്ട ഗ്രോസ് പ്രഷർ ആയിരുന്നെങ്കിൽ, ഇവിടെ നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ സോയിൽ ഷിയറിൽ ഫെയിൽ ചെയ്യാൻ വേണ്ട മിനിമം ഇൻക്രീസ് ഇൻ പ്രഷർ. മിനിമം ഇൻക്രീസ് ഇൻ പ്രഷർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഇൻക്രീസ് ഇൻ പ്രഷർ സംഭവിക്കുന്നത്? ഫൗണ്ടേഷനിൽ നിന്ന് വരുന്ന ലോഡ് കൊണ്ടാണ്. അപ്പോൾ വാട്ട് വിൽ ബി ദി ഇക്വേഷൻ? QU മൈനസ് ഗാമ DF. ഗാമ DF എന്ന് പറഞ്ഞാൽ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് ഗാമ ആണെന്ന് വിചാരിക്കാം. സോ ഗാമ ഈസ് ആക്ടിങ് അറ്റ് എ ഡെപ്ത് DF. സോ ഗാമ DF ആണ് സോയിൽ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്. മനസ്സിലായി? ഗാമ DF ആണ് സോയിൽ കൊണ്ടുണ്ടാകുന്ന പ്രഷർ. QU എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. സോ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് സോയിൽ കൊണ്ടുണ്ടാകുന്ന പ്രഷർ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബിയറിംഗ് കപ്പാസിറ്റിക്കാണ് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയാം.
സോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ലെയറിന്റെ മുകളിലുള്ള ടോട്ടൽ പ്രഷറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ടോട്ടൽ പ്രഷറിൽ എത്ര മിനിമം വേണം സോ ദാറ്റ് ദ സോയിൽ ഫെയിൽസ് ഇൻ ഷിയർ, അതാണ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നെറ്റ് എന്നൊരു ടേം വന്നാൽ അതിന്റെ അർത്ഥം എത്ര ഇൻക്രീസ് ആയോ, ഏത് ഫോഴ്സ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ ഏത് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്? ഓൺലി ഡ്യൂ ടു ദ ലോഡ് ഫ്രം ദ സൂപ്പർ സ്ട്രക്ചർ അല്ലെ, ഫൗണ്ടേഷനിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡാണ് ഇതിന് കാരണക്കാരൻ. ഓൾറെഡി അവിടെ സോയിൽ ഉണ്ടായിരുന്നു, ആ സോയിലിന്റെ ഫോഴ്സ് ഓൾറെഡി ആ സോയിൽ ലെയറിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പുതിയതായിട്ട് വന്നത് ആ ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷനിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇൻക്രീസ് ഇൻ പ്രഷർ അല്ലെ. സോ എത്ര പ്രഷർ ഫൗണ്ടേഷനിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാം സോ ദാറ്റ് ദ സോയിൽ ക്യാൻ ബി ഫെയിലിംഗ് ഇൻ ഷിയർ. സോ അതിന് വേണ്ട മിനിമം ഇൻക്രീസ് ഇൻ നെറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ ആണ് എന്തെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ക്യു എൻ യു എന്നാണ്. ക്യു എൻ യു ഇസ് നത്തിങ് ബട്ട് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി മൈനസ് ഗാമ ഡി എഫ്. ഗാമ ഡി എഫ് വരാനുള്ള കാരണം ഗാമ ഇസ് ദ യൂണിറ്റ് വെയിറ്റ്. യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡെപ്ത് ചെയ്താൽ നമുക്ക് പ്രഷർ കിട്ടും. സോ ഗാമ ഡി എഫ് ആണ് സോയിലിന്റെ പ്രഷർ. ആ സോയിലിന്റെ പ്രഷർ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിന്ന് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടും. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. മുന്നത്തെ രണ്ടും അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റികളായിരുന്നു. അടുത്തത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയാണ്. സോ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1 ഫാക്ടർ ഓഫ് സേഫ്റ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ. വർക്കിംഗ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അല്ലെ. ഇപ്പൊ നമ്മുടെ കേസിൽ ഇപ്പൊ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ അത് ഫെയിൽ ആവാൻ വേണ്ട മിനിമം കപ്പാസിറ്റിയാണ് പറയുന്നത്. സോ ആ ഒരു ഫോഴ്സ് എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ അത് എന്തായാലും ഫെയിൽ ആയി അല്ലെ. അതാണ് അൾട്ടിമേറ്റ് കണ്ടീഷൻ. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരു സാധനവും അൾട്ടിമേറ്റിന് ഡിസൈൻ ചെയ്യാറില്ല അല്ലെ. എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അൾട്ടിമേറ്റ് കണ്ടീഷൻ അല്ല, അതിനേക്കാൾ ഓവർലോഡിങ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. സോ ഒരിക്കലും നമ്മൾ അൾട്ടിമേറ്റ് കണ്ടീഷനിൽ ഒരു മെമ്പറും ഒരു ബിൽഡിംഗ് മെമ്പറും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറും നമ്മൾ ഡിസൈൻ ചെയ്യാറില്ല. അൾട്ടിമേറ്റിനേക്കാൾ കുറഞ്ഞ ഒരു കപ്പാസിറ്റി അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അങ്ങനെ അൾട്ടിമേറ്റിനേക്കാൾ കുറഞ്ഞ അസ്യൂം ചെയ്യുന്ന സാധനത്തിന് വർക്കിംഗ് സ്ട്രെസ് ആണെന്നൊക്കെ നിങ്ങൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു സേഫ് കപ്പാസിറ്റി എടുത്തിട്ടാണ് നമ്മൾ എല്ലാത്തിനും ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സോയിലിന്റെ കേസിലും. സോയിലിലും നമ്മൾ ഒരിക്കലും അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എടുത്തിട്ട് ചെയ്യില്ല, പകരം ഒരു സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയാണ് എടുക്കുക. അപ്പൊ അൾട്ടിമേറ്റിൽ നിന്ന് സേഫ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കഴിഞ്ഞാൽ നമുക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയാണ്. ഓക്കെ, എന്താണ് നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. എത്ര ഇൻക്രീസ് ഇൻ പ്രഷർ വേണം സോ ദാറ്റ് ദ മെമ്പർ വിൽ ഫെയിൽ ഇൻ ഷിയർ എന്ന് നമ്മൾ കണ്ടു. സോറി, മെമ്പർ അല്ല, സോയിൽ ഫെയിൽസ് ഇൻ ഷിയർ എന്ന് കണ്ടു. സോ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം നെറ്റ് സോയിൽ പ്രഷർ വിച്ച് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ടു ദ സോയിൽ വിത്തൗട്ട് ഷിയർ ഫെയിലർ. സോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന നെറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ലോഡ്, സോയിൽ ഇല്ല. നെറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ലോഡ് മാത്രം കൺസിഡർ ചെയ്താൽ എത്ര ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും വിത്തൗട്ട് കോസിങ് ഷിയർ ഫെയിലർ ടു ദ സോയിൽ. സോ നെറ്റ് സോയിൽ പ്രഷർ ദാറ്റ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ടു ദ സോയിൽ വിത്തൗട്ട് എനി ഷിയർ ഫെയിലർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. ഇത് സേഫ്ലി എന്നൊരു വാക്ക് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോഡ്. സോ സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അല്ല. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഫെയിലർ സർട്ടൺ ആണ്. ഇവിടെ ഫെയിലർ സംഭവിക്കുന്നതിനേക്കാൾ കുറച്ച് മുന്നത്തെ കുറച്ചുകൂടി ചെറിയൊരു ഫോഴ്സ് ആണ് നമ്മൾ അതിന്റെ കപ്പാസിറ്റി ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ QNS is equal to QNU divided by F. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് യൂഷ്വലി 3 ആണ് സോയിലിന്റെ കേസിൽ വരാം. സോ വി വിൽ ടേക്ക് ദാറ്റ് ആസ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ ദിസ്. അടുത്തത് നാലാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗ്രോസ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഗ്രോസ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. സോ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടു. നെറ്റും ഗ്രോസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗ്രോസ് വരുന്ന സമയത്ത് സോയിലിന്റെ കൂടെ
നമ്മുടെ ഫൗണ്ടേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോഴ്സിന്റെ കൂടെ എന്തുകൂടെ വരും? സോയിലിന്റെ പ്രഷർ കൂടെ വരും അല്ലേ? സോ ജസ്റ്റ് നമ്മുടെ ഈ QNS എന്ന് പറയുന്ന ഇക്വേഷനിൽ ഗാമ DF ആഡ് ചെയ്ത് നമുക്ക് ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കിട്ടും. സോ ഇറ്റ് ഈസ് ദ മാക്സിമം ഗ്രോസ് പ്രഷർ വിച്ച് ദ സോയിൽ ക്യാൻ ക്യാരി സേഫ്ലി വിത്തൗട്ട് ഷിയർ ഫെയിലിയർ. സോ നേരത്തെ മാക്സിമം നെറ്റ് സോയിൽ പ്രഷർ വിച്ച് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് വിത്തൗട്ട് ഷിയർ ഫെയിലിയർ. ഇവിടെ മാക്സിമം നെറ്റ് സോയിൽ പ്രഷർ ആണ്. ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി വിച്ച് ഇസ് റെപ്രസെന്റഡ് QS. ഗ്രോസ് എന്ന് പറയുന്നത് മാക്സിമം ഗ്രോസ് പ്രഷർ വിത്ത് ദ സോയിൽ ക്യാൻ ക്യാരി സേഫ്ലി വിത്തൗട്ട് ഷിയർ ഫെയിലിയർ. മറ്റേത് നെറ്റ് ആണ്, ഇത് ഗ്രോസ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. സോ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കാം? QS is nothing but QNS plus gamma DF. QNS എന്ന് പറഞ്ഞാൽ QNU by F ആണ്. So QS is nothing but QNU by F plus gamma DF. ഇതാണ് ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. നമ്മളൊരു ഡിസൈൻ വ്യൂവിലോട്ട് വരുമ്പോൾ എപ്പോഴും നമുക്ക് നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിന്റെ ആവശ്യമുള്ളൂ അല്ലെ? കാരണം എന്താ? ഓൾറെഡി സോയിൽ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് ആ സോയിൽ അവിടെ ഉണ്ടായിരുന്നു. ആ സോയിലിനെ താങ്ങാനുള്ള ശേഷി നമ്മുടെ മണ്ണിന് എന്തായാലും ഉണ്ട് അല്ലെ? അതിന്റെ മുകളിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്? നമ്മൾ ഫൗണ്ടേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ്. അപ്പൊ നമ്മൾ എപ്പോഴും നെറ്റിലാണ്. നെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഫോഴ്സ് മാത്രം കൊണ്ടുണ്ടാകുന്ന പ്രഷറാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയാണ് നമുക്ക് ആവശ്യം. സേഫിലും അൾട്ടിമേറ്റ് നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ എടുക്കണം. ഗ്രോസും നെറ്റും ഉണ്ട്, അതുപോലെ അൾട്ടിമേറ്റ് സേഫും ഉണ്ട്. ഗ്രോസിലും നെറ്റിലും നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക? നെറ്റാണ് സെലക്ട് ചെയ്യുക. കാരണം ഗ്രോസ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, സോയിൽ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. പുതിയതായിട്ട് വരുന്നത് എന്താണ്? ഫൗണ്ടേഷൻ ആണ്. സോ നമുക്ക് ഫൗണ്ടേഷൻ മാത്രം മതി, അതുകൊണ്ട് നമ്മൾ നെറ്റ് എടുക്കുന്നു. ഇനി അൾട്ടിമേറ്റും സേഫിലും നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യാൻ എടുക്കുക? സേഫ് എടുക്കുക. കാരണം എന്താ? അൾട്ടിമേറ്റിൽ ഡിസൈൻ ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ ലോഡൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വെച്ച് വരാം, ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്തിട്ട് സേഫ് വെക്കുന്നു. അപ്പോൾ നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അല്ലെ? ഫെയിൽ ആവാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന് ഷിയർ ഫെയിലർ, രണ്ടാമത്തത് സെറ്റിൽമെന്റ് വിത്ത് ഷുഡ് ബി ഇൻ പെർമിസിബിൾ ലിമിറ്റ്. നമ്മളിപ്പോ പറഞ്ഞ 4 ബെയറിംഗ് കപ്പാസിറ്റിയും ഷിയർ ഫെയിലിയറിനെ മാത്രം ബന്ധപ്പെടുത്തിയായിരുന്നു അല്ലെ? അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആയാലും, നെറ്റ് അൾട്ടിമേറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ആയാലും, നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആയാലും, ഗ്രോസ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആയാലും, ഏതായാലും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എല്ലാം ഷിയറിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് സെറ്റിൽമെന്റിനെ കുറിച്ച് പറയണം അല്ലെ? അപ്പൊ അടുത്ത ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റിന് ബേസ്ഡ് ആണ്. ദാറ്റ് ഈസ് നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ. സോ നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫൈൻ ചെയ്യാം. നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സേഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലെ? നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ഇൻ പ്രഷർ അല്ലെ? അതായത് നെറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ, ആദ്യമുള്ള സോയിലിന്റെ കൂട്ടാതെയുള്ള നെറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ ആണ്. ഇവിടെ സെറ്റിൽമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്. സോ സെറ്റിൽമെന്റ് പെർമിസിബിൾ ലിമിറ്റിൽ ആവുന്ന രീതിയിലുള്ള സേഫ് പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് എ ഡെഫിനിഷൻ. ദ മാക്സിമം നെറ്റ് പ്രഷർ വിച്ച് ദ സോയിൽ ക്യാൻ ക്യാരി വിതൗട്ട് എക്സീഡിങ് ദ അലൗവബിൾ സെറ്റിൽമെന്റ്. സോ നേരത്തെ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദ മാക്സിമം നെറ്റ് പ്രഷർ വിച്ച് ദ സോയിൽ ക്യാൻ ക്യാരി വിതൗട്ട് കോസിങ് ഷിയർ ഫെയിലിയർ ആയിരുന്നു. ഇവിടെ നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ ആണ്. നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ എന്താണ്? മാക്സിമം നെറ്റ് പ്രഷർ വിച്ച് ദ സോയിൽ ക്യാൻ ക്യാരി വിതൗട്ട് എക്സീഡിങ് ദ അലൗവബിൾ സെറ്റിൽമെന്റ്. അലൗവബിൾ സെറ്റിൽമെന്റിനേക്കാൾ കൂടുതൽ സെറ്റിൽമെന്റ് ഉണ്ടാവാത്ത രീതിയിൽ ആ സോയിലിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം നെറ്റ് പ്രഷർ എന്താണോ അതാണ് നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ. ഓക്കെ, ഈ മാക്സിമം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് യൂഷ്വലി 25 mm to 40 mm ആണ്. ദ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്ലൂട്ടിംഗ് ആൻഡ് ലോഡ് സോയിൽ ടൈപ്പ് കമ്മിങ് ഓൺ ദാറ്റ്. സോ ദ മാക്സിമം അലൗവബിൾ സെറ്റിൽമെന്റ് ജനറലി വേരീസ് വിത്ത് 25 mm to 40 mm. അപ്പൊ 25 mm 40 mm എന്ന് പറയുന്ന സെറ്റിൽമെന്റ് റേഞ്ചിനേക്കാൾ കൂടുതൽ വരാത്ത രീതിയിൽ നമുക്ക് എത്ര ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിന്റെ മെഷറാണ് നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത്യാവശ്യം എല്ലാ ബെയറിംഗ് കപ്പാസിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒറ്റ വാല്യൂ പറ്റുള്ളൂ അല്ലെ? നമ്മളിപ്പോൾ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒറ്റ വാല്യൂയിൽ ഉണ്ടാവുള്ളൂ. അത് ഏത് വാല്യൂ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വാല്യൂവിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് അലൗവബിൾ ബെയറിംഗ് പ്രഷർ. നമ്മൾ പറഞ്ഞ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തത് ഷിയർ ഫെയിലിയർ സംഭവിക്കാതിരിക്കാൻ വേണ്ട നെറ്റ് പ്രഷർ. രണ്ടാമത്തത് നമ്മുടെ അലൗവബിൾ സെറ്റിൽമെന്റ് ലിമിറ്റിന്റെ ഉള്ളിലാവാൻ വേണ്ട നെറ്റ് പ്രഷർ. അപ്പോൾ നമുക്ക് QNS ഉണ്ട്, QNP ഉണ്ട്. നെറ്റ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി, നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ എടുക്കുക. അതിൻ്റെ അകത്തുനിന്ന് ഏത് കപ്പാസിറ്റി ആണോ കുറവ് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനാണ് ഡിസൈൻ ചെയ്യുക.
കപ്പാസിറ്റി കുറവാണ് എപ്പോഴും എടുക്കുക അല്ലെ. അപ്പൊ നെറ്റ് അലൗവബിൾ ബിയറിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ നെറ്റ് ബിയറിംഗ് പ്രഷർ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡിസൈൻ ഓഫ് ദ ഫൗണ്ടേഷൻ. സോ നമ്മൾ ഫൈനലി ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഏത് ബിയറിംഗ് പ്രഷറാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഏത് ബിയറിംഗ് കപ്പാസിറ്റി ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നെറ്റ് അലൗവബിൾ ബിയറിംഗ് കപ്പാസിറ്റി. ഇപ്പോൾ സപ്പോസ് QNP, അതായത് നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. QNS എന്ന് വെച്ചാൽ നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി, QNP എന്ന് പറഞ്ഞാൽ നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ. സോ നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താ? നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടുതൽ സെറ്റിൽമെന്റ് നടത്താൻ വേണ്ട പ്രഷറാണ് അല്ലെ. എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം? നമ്മുടെ QNS എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ ഫെയിലിയർ ഉണ്ടാവുന്നതിന് മുന്നേ എത്ര ലോഡ് നമുക്ക് സേഫ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, അതാണ് QNS എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് QNS ഈസ് ലെസ് ദാൻ QNP അല്ലെ. ഇപ്പൊ നമ്മൾ ഇപ്പോൾ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുൻപേ ഇതിന് ഷിയർ ഫെയിലിയർ നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് വാല്യൂ ആണ് ഇതിന്റെ കപ്പാസിറ്റി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ എടുക്കേണ്ടത്? എപ്പോഴും ചെറിയ വാല്യൂ എടുക്കേണ്ടത്. ഇവിടുത്തെ ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ QNS ആണ്. സോ ഇഫ് QNP ഈസ് ഗ്രേറ്റർ ദാൻ QS, യുവർ നെറ്റ് അലൗവബിൾ ബിയറിംഗ് പ്രഷർ ഈസ് QNS. കാരണം ഇവിടെ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുന്നേ തന്നെ ഷിയർ ഫെയിലിയർ നടക്കും. സോ യു ഹാവ് ടു ചൂസ് ദ ലോവർ വൺ. QNS ആണ് നമ്മൾ ഡിസൈന് വേണ്ടി എടുക്കുക. ഇനി സപ്പോസ് QNS ആണ് QNP-നേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് ഇവിടെ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നതിന് മുൻപ് സെറ്റിൽമെന്റ് പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഏതിനാണ് ഡിസൈൻ ചെയ്യുക? QNP-ക്കാണ് ഡിസൈൻ ചെയ്യുക, അതായത് നെറ്റ് സേഫ് സെറ്റിൽമെന്റ് പ്രഷറാണ് ഡിസൈൻ ചെയ്യുക. സോ QNA is equal to QNP. So net allowable bearing pressure is also known as allowable soil pressure or allowable bearing capacity. So finally നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് allowable bearing capacity ആണ്. ഇതാണ് ആ ഡെഫിനിഷൻസ്. ഈ ഡെഫിനിഷൻസ് ഓർത്ത് വെക്കുക. ഇതിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഫെയിലിയർ അനാലിസിസിലോട്ട് കിടക്കുക. ഫെയിലിയർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് കണ്ടീഷൻ, ഒന്ന് സെറ്റിൽമെന്റും, രണ്ട് ഷിയറും. ഷിയർ കൊണ്ട് ഫെയിൽ ആവുന്നതിന് ഒരു 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ 3 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ജനറൽ ഷിയർ ഫെയിലിയർ, രണ്ടാമത്തത് ലോക്കൽ ഷിയർ ഫെയിലിയർ, മൂന്നാമത്തത് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. സോ 3 ഫെയിലിയർ ടൈപ്സ്. ഒന്നാമത്തത് ജനറൽ ഷിയർ ഫെയിലിയർ, രണ്ടാമത്തത് ലോക്കൽ ഷിയർ ഫെയിലിയർ, മൂന്നാമത്തത് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. സോ ഇത് 3 എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറൽ ഷിയർ ഫെയിലിയറിന്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ജനറൽ ഷിയർ ഫെയിലിയർ. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫൂട്ടിംഗ് ആണ്. ഓക്കെ, ഈ ഒരു റെക്ടാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ്. സോ അതിൻ്റെ അകത്തു നിന്ന് ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഫെയിലിയർ പാറ്റേൺ ആണ് ഇതിൽ സംഭവിക്കുക. ഓക്കെ, ഇതിന്റെ ഫെയിലിയർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇത് ഇങ്ങനെ പിടിച്ചിട്ട് താഴോട്ട് അമരുന്നു. അപ്പൊ ഇവിടെ ഒരു വെഡ്ജ് പോർഷൻ ഉണ്ട്. ആ വെഡ്ജ് പോർഷൻ സൈഡിലുള്ള സോയിലിൽ തള്ളുന്നു. അങ്ങനെ മുകളിലോട്ട് സോയിൽ ഹീവ് ചെയ്ത് വരുന്നു, അതായത് മുകളിലോട്ട് പൊന്തി വരുന്നു. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിൽ നമ്മൾ കൈ മുക്കുമ്പോൾ എന്താണ്, വെള്ളം നിറഞ്ഞു തുളുമ്പൂ അല്ലെ. അതുപോലെ തന്നെ സോയിൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന സോയിൽ ആണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ഫൗണ്ടേഷനിൽ കൂടെ വെയിറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സോയിൽ ഓവർ ഹീവ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡോട്ടഡ് ലൈനിന്റെ മുകളിൽ നിങ്ങൾ കാണുന്ന ഈ പോർഷൻ എന്ന് വെച്ചാൽ ഹീവിംഗ് ആണ്, എത്രത്തോളം പൊന്തി വരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഫെയിലിയർ പാറ്റേൺ. ഇതാണ് ജനറൽ ഷിയർ ഫെയിലിയർ എന്ന് പറയുന്നത്. ജനറൽ ഷിയർ ഫെയിലിയർ യൂഷ്വലി സംഭവിക്കുക ഈസ് ഓൺ ഡെൻസ് സാൻഡ് ഓർ സ്റ്റിഫ് ക്ലേ, അതായത് അധികം വോയിഡ്സ് ഒന്നും ഇല്ലാത്ത സോയിൽ ടൈപ്പിനാണ് ജനറൽ ഷിയർ ഫെയിലിയർ സംഭവിക്കുക. സോ ഡെൻസ് സാൻഡിനോ സ്റ്റിഫ് ക്ലേക്കോ, സോ ഫൈൻ ഗ്രെയിൻഡും കോസ് ഗ്രെയിൻഡുമായിട്ട് വരുമ്പോൾ ഫൈൻ ഗ്രൈൻഡ് ടൈപ്സിൽ സ്റ്റിഫ് ക്ലേ ആയിരിക്കും, കോസ് ഗ്രൈൻഡ് ടൈപ്പിൽ ഡെൻസ് സാൻഡ് ആയിരിക്കും. സോ ഡെൻസ് സാൻഡോ സ്റ്റിഫ് ക്ലേയോ ആണെങ്കിലാണ് ജനറൽ ഷിയർ ഫെയിലിയർ സംഭവിക്കുക. ഫെയിലിയറിന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലെ, അത്യാവശ്യം സ്റ്റിഫ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വേർഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധനത്തിന് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതിങ്ങനെ വരുന്നതിനനുസരിച്ച് സൈഡിലോട്ടുള്ള സാധനങ്ങളൊക്കെ നീങ്ങി നീങ്ങി അത് പതുക്കെ മുകളിലോട്ട് പൊന്തി വരും. അങ്ങനെയാണ് ഷിയർ ഫെയിലിയർ സംഭവിക്കുക. സോ ഈ ഒരു വര കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഷിയർ ഫെയിലിയർ പാറ്റേൺ ആണ്. ഇവിടുന്ന് ഫെയിലിയർ സംഭവിച്ച് അത് പാസ് ചെയ്ത് അവസാനം ഗ്രൗണ്ടിന്റെ മുകളിലോട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഗ്രൗണ്ടിന്റെ മുകളിലോട്ട് അപ്ഹീവൽ സംഭവിക്കും. സോ ഫെയിലിയർ നാച്ചർ ഈസ് ഹീവ് ഓൺ ദ സൈഡ്സ്. ഫൗണ്ടേഷന്റെ രണ്ട് സൈഡിലും നമുക്ക് ഹീവ്സ് കാണാൻ പറ്റും.
അങ്ങനെയുള്ള ഫെയിലിയറിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ജനറൽ ഷിയർ ഫെയിലിയർ എന്ന് വിളിക്കുക. സോ ഇതിന്റെ ലോഡ് സെറ്റിൽമെന്റ് കർവ് എന്ന് വെച്ചാൽ ലോഡ് വേഴ്സസ് സെറ്റിൽമെന്റ്. സോ ലോഡ് അപ്ലൈ ചെയ്ത് ക്യൂ എന്ന് പറഞ്ഞ ലോഡിൽ എത്തുമ്പോൾ ഷിയർ ഫെയിലിയർ സംഭവിക്കുന്നു. ഷിയർ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റിൽമെന്റ് നടത്തുന്നു. അതാണ് ഈ ഗ്രാഫ് കൊണ്ട് കാണിക്കുക. സോ നിങ്ങളോട് ജനറൽ ഷിയർ ഫെയിലിയർ എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക, ആ ഫെയിലിയർ പാറ്റേൺ വരയ്ക്കുക, അത് ഡെൻസ് ആൻഡിലോ സ്റ്റിഫ് ക്ലേയിലാണോ സംഭവിക്കുക. ജനറൽ ഷിയർ ഫെയിലിയർ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷന്റെ രണ്ട് സൈഡിലും അപ്ഹീവൽ കാണാൻ പറ്റും എന്ന് എഴുതുക. എന്നിട്ട് ഈ ലോഡ് സെറ്റിൽമെന്റ് കർവ് വരയ്ക്കുക. സോ ഇതാണ് ഒന്നാമത്തെ കേസ്, ജനറൽ ഷിയർ ഫെയിലിയർ. രണ്ടാമത്തത് ലോക്കൽ ഷിയർ ഫെയിലിയർ. ലോക്കൽ ഷിയർ ഫെയിലിയറിന്റെ പാറ്റേൺ നമുക്കൊന്ന് കാണാം. ഇവിടെ ലോക്കൽ ഷിയർ ഫെയിലിയറിൽ സംഭവിക്കുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ മീഡിയം ഡെൻസ് സാൻഡ്, ഇവിടെ ഡെൻസ് സാൻഡ് ആയിരുന്നു, ഇവിടെ മീഡിയം ഡെൻസ് സാൻഡിലോ മീഡിയം സ്റ്റിഫ് ക്ലേയിലോ ആയിരിക്കും. സോ ഡെൻസ് സാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് കോമ്പാക്റ്റഡ് ആയിട്ടുള്ള സാൻഡ് ആയിരുന്നു അല്ലെ. ഇവിടെ കുറച്ചുകൂടെ ഡെൻസിറ്റി കുറഞ്ഞ സാൻഡ്, അതായത് ഉള്ളിൽ കുറച്ച് വോയിഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ഈ ഫൗണ്ടേഷൻ കൊണ്ട് ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം അത് കുറച്ച് സെറ്റിൽ ആവൂലേ അല്ലെ. ഇവിടെ സെറ്റിൽ ആവാൻ കുറച്ച് ആദ്യത്തെ കേസിൽ ജനറൽ ഷിയർ ഫെയിലിയർ കേസിൽ വേർഡ്സ് ഒക്കെ കുറവാണ്, സ്റ്റിഫാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് മുകളിലോട്ട് അപ്ഹീവൽ നടക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് കുറെ സ്പേസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അത് കോമ്പാക്ട് ചെയ്യാനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പൊ പതുക്കെ കോമ്പാക്ട് ആയ ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് സെറ്റിൽമെന്റ് നടന്നതിന് ശേഷം, അതായത് കുറെ സെറ്റിൽമെന്റ് നടന്നാൽ ആ സോയിൽ സ്റ്റിഫ് ആവുള്ളൂ അല്ലെ. സോ അതിനുശേഷം മാത്രമേ ഇവിടെ മുകളിലോട്ട് സോയില് വരത്തുള്ളൂ. സോ ഹിയർ ഫെയിലിയർ നാച്ചർ ഈസ് സ്മോൾ ഹീവ്സ് ഒക്കർ ഇഫ് ദർ ഈസ് സബ്സ്റ്റാൻഷ്യൽ സെറ്റിൽമെന്റ്. നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റിൽമെന്റ് ഒക്കെ നടന്നതിന് ശേഷം ഇവിടെ മുകളിലോട്ട് വരുള്ളൂ. അത് നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടല്ലോ, ഇവിടെ ഡോട്ടഡ് ലൈൻ ആണ് കണ്ടോ. ഇവിടുത്തെ ഫെയിലിയർ പ്ലെയിൻ വരച്ചപ്പോൾ എല്ലാം സോളിഡ് ലൈൻസ് ആയിരുന്നു, മേലെ വരെ സോളിഡ് ലൈൻസ്. സോ ഡെൻസ് സാൻഡിലോ സ്റ്റിഫ് ക്ലേയിലോ നടന്നാൽ ജനറൽ ഷിയർ ഫെയിലിയർ നടക്കും, അത് മുകളിലോട്ട് വരികയും ചെയ്യും. പക്ഷെ ലോക്കൽ ഷിയർ ഫെയിലിയറിന്റെ കാര്യത്തിൽ ഇപ്പൊ മീഡിയം ഡെൻസ് സാൻഡിനോ മീഡിയം സ്റ്റിഫ് ക്ലേക്കോണോ അത് സംഭവിക്കുക. ഇവിടെ അത്യാവശ്യം വളരെ നല്ല രീതിയിലുള്ള സെറ്റിൽമെന്റ് നടന്നതിന് ശേഷം മാത്രമേ മുകളിലോട്ട് ഈ ഫെയിലിയർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് സോയിൽ മുകളിലോട്ട് ഗ്രൗണ്ട് ലെവലിന്റെ മുകളിലോട്ട് വന്ന് നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റിൽമെന്റ് നടന്നിട്ട് ഉണ്ടാവണം. സോ അതിന്റെ ലോഡ് സെറ്റിൽമെന്റ് കർവാണിത്. ഇവിടെ ലോഡ് ഇൻക്രീസ് ചെയ്തൊരു QU1 എത്തിക്കഴിയുമ്പോഴാണ് അത്യാവശ്യം സെറ്റിൽ ആവുക. അതിനുശേഷം ഫൗണ്ടേഷന് ജർക്കിങ് സംഭവിക്കും. പിന്നെ പതുക്കെ ക്യൂവിൽ എത്തുമ്പോൾ അത് ഫെയിൽ ആവും. ഫെയിൽ ആയതിനു ശേഷം സെറ്റിൽമെന്റ് പെട്ടെന്ന് കൂടും. ദാറ്റ് ഈസ് ലോക്കൽ ഷിയർ ഫെയിലിയേഴ്സ് ലോഡ് സെറ്റിൽമെന്റ് കർവ്. മൂന്നാമത്തെ കേസ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ ആണ്. സോ പഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, തുളഞ്ഞു പോവുക. അതുപോലെയുള്ള ഒരു ഫെയിലിയർ ആണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നിങ്ങൾക്കറിയാം സൈഡിലോട്ടുള്ള സോയിലിൽ ഇത് സൈഡിലോട്ടും ഇതിന്റെ ഫെയിലിയർ ട്രാൻസ്ഫർ ചെയ്യുന്നു പോകുന്നു. ഇവിടെ ഗ്രൗണ്ട് ലെവലിന്റെ മുകളിലോട്ട് ഒരു സോയിലും വരുന്നില്ല കണ്ടോ. ഇവിടെ ഒരു അപ്ഹീവലും മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്ഹീവൽ ഉണ്ട്. ഇവിടെ ചെറുതെങ്കിലും ചെറുതായിട്ട് അത്യാവശ്യം സെറ്റിൽമെന്റ് ഒക്കെ നടന്നാൽ ചെറിയ രീതിയിൽ അപ്ഹീവൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പഞ്ചിങ് ഷിയർ ഫെയിലിയറിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും നടക്കില്ല. സോ നമ്മൾ ഇപ്പൊ ഒരു മുട്ടുസൂചി വെച്ച് എന്തെങ്കിലും കുത്തുമ്പോൾ താന്നു പോലെ, അതുപോലെ പഞ്ച് ചെയ്ത് പോകുന്ന ടൈപ്പ് ഫെയിലിയറിനെയാണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ എന്ന് വിളിക്കുക. സോ ഇത് എക്സ്ട്രീംലി ലൂസ് ആയിട്ടുള്ള സാൻഡിലും സോഫ്റ്റ് ക്ലേയിലും. വല്ലാതെ ലൂസ് ആണെങ്കിൽ നമ്മൾ കൈയെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ കൈ താഴോട്ട് പോകല്ലേ ഉള്ളൂ, അതുപോലെ തന്നെ. സോ ലൂസ് സാൻഡ് ഓർ സോഫ്റ്റ് ക്ലേയിലാണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ സംഭവിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ദർ ഇസ് നോ ഹീവ്, ഓൺലി വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് ഫുട്ടിങ്. സോ ഈ സൈഡിലോട്ടൊന്നും ഈ ഫെയിലിയർ ട്രാൻസ്ഫർ ആവാത്ത, കൃത്യം നടുക്കോട്ട് തന്നെ ഇതൊരു വെർട്ടിക്കൽ മൂവ്മെന്റ്, ഫൂട്ടിങ് നേരെ വെർട്ടിക്കൽ ആയിട്ട് താഴോട്ട് മൂവ്മെന്റ് ആണ് ഫെയിലിയറിൽ ഇവിടെ സംഭവിക്കുക. ദാറ്റ് ഈസ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. അതിന്റെ ലോഡ് സെറ്റിൽമെന്റ് ഏകദേശം ലോക്കൽ ഷിയർ ഫെയിലിയറിന്റെ സെയിം ആണ്. സോ QU1 എത്തിക്കഴിയുമ്പോൾ ഫൗണ്ടേഷൻ ജർക്കാവാൻ തുടങ്ങും, എന്നിട്ട് ക്യൂവിൽ എത്തുമ്പോൾ ഫെയിൽ ആവുന്നു. ഫെയിൽ ആയതിനു ശേഷം സെറ്റിൽമെന്റ് പെട്ടെന്ന് കൂടുന്നു. ഇതാണ് 3 ടൈപ്പ് ഓഫ് ഫെയിലിയർ ക്രൈറ്റീരിയ: ജനറൽ ഷിയർ ഫെയിലിയർ, ലോക്കൽ ഷിയർ ഫെയിലിയർ, പഞ്ചിങ് ഷിയർ ഫെയിലിയർ. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് ഇത് സംഭവിക്കുക, എന്താണ് ആ ഫെയിലിയറിന്റെ നാച്ചർ, ഈ കർവും കൂടെ വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറി. നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റിന്റെ കുറെ ഇക്വേഷൻ ഒക്കെ പഠിച്ചു. അവസാനം നമ്മൾ പറഞ്ഞിരുന്നു നെറ്റ് അലവബിൾ ബിയറിംഗ് പ്രഷർ ആണ് നമ്മൾ, അല്ലെങ്കിൽ അലവബിൾ ബിയറിംഗ് കപ്പാസിറ്റി ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുക. അലവബിൾ ബിയറിംഗ് കപ്പാസിറ്റി അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? നെറ്റ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി അറിയണം. സോ ഈ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ.
ഈ വാല്യൂ കണ്ടുപിടിക്കാനുള്ള തിയറിയാണ് ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറി എന്ന് പറയാം. ഒരുപാട് തിയറീസ് ഉണ്ട്. ടെർസാഗീസ് തിയറി, ഫ്രണ്ടൽസ് തിയറി, അതുപോലെ റാങ്കൈൻസ് തിയറി എന്ന് പറഞ്ഞ ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന തിയറിയാണ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയറിയാണ് ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറി എന്ന് പറയാം. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഈ സിലബസിൽ എല്ലാത്തിനെയും ടച്ച് ചെയ്തേ പോകുന്നുള്ളൂ. നമ്മൾ നേരിട്ട് ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് കാണുന്നത്. ബാക്കി തിയറീസ് ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ടെർസാഗീസ് തിയറിയിൽ തന്നെ ഒരു ഡെറിവേഷനും നമുക്ക് നോക്കാനില്ല. ജസ്റ്റ് അതിനെക്കുറിച്ചൊരു ബ്രീഫ് ഐഡിയ മാത്രമേ നമുക്ക് ചോദിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കാറ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യം ഒരു അസംഷൻ ഡിസ്കസ് ചെയ്യും, എന്നിട്ട് ടെർസാഗി വരച്ച ഒരു ഫെയിലിയർ മോഡൽ ഉണ്ട് അത് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് ടെർസാഗിന്റെ ഇക്വേഷനും കൂടെ കാണും. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറി നമുക്ക് നോക്കാം. ടെർസാഗി എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ്. ടെർസാഗി, അതായത് കാൾ വോൺ ടെർസാഗി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ആക്ച്വലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, എന്നാൽ സോയിൽ മെക്കാനിക്സിൽ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ള ഓസ്ട്രിയൻ വംശജനായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന്റെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ്. ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നു ടെർസാഗിയാണ്. ടെർസാഗിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓർത്ത് വെക്കുക, ടെർസാഗി ഈസ് ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ്. നമുക്ക് നോക്കാം ടെർസാഗിന്റെ തിയറി. സാധാരണ ഏതൊരു തിയറിയും ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പ് അസംഷൻ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിലെ ഹൈഡ്രോളിക്സ് പഠിച്ച സമയത്ത് ബെർണൗളിസ് തിയറം എഴുതുന്നതിന് മുമ്പ് അതിന് മുമ്പ് കുറെ അസംഷൻസ് എഴുതിയിരുന്നു അല്ലെ. സോ ഇറ്റ് ഈസ് ഫ്ലോ ഈസ് ലാമിനാർ, ഇറ്റ് ഷുഡ് ബി സ്ട്രീം ലൈൻ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഏതൊരു തിയറിയും ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് അസംഷൻസ് ഉണ്ടാവും. ഈ ടെർസാഗീസ് തിയറം ഡെവലപ്പ് ചെയ്തപ്പോൾ അതിനും കുറച്ച് അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. So let us see the assumptions of Terzaghi's theory. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് the base of the strip footing considered is rough. ഇതിൽ ആക്ച്വലി രണ്ട് അസംഷൻസ് ഉണ്ട്, രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ്. ഒന്നാമത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. ഫൂട്ടിങ്ങിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. എന്നാലും സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീടുണ്ടാക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ ഭിത്തിന്റെ താഴെ കൂടെ തറ ഉണ്ടാക്കും അല്ലെ. അങ്ങനെ ഉണ്ടാക്കുന്ന തറയാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അതായത് എൻറ്റയർ ഭിത്തി കവർ ചെയ്തിട്ട് നമ്മൾ ഏതൊരു ഭിത്തി ഉണ്ടോ ഭിത്തിന്റെ താഴെ കൂടെ മുഴുവൻ നമ്മൾ തറ കെട്ടിയിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ പോകുന്ന ഫൗണ്ടേഷനെയാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയാം. ബേസ് ടെർസാഗീസ് തിയറത്തിൽ അദ്ദേഹം കൺസിഡർ ചെയ്യുന്ന ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. ആ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ അടിഭാഗം റഫ് ആയിരിക്കും എന്നും കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ദ ബേസ് ഓഫ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഈസ് കൺസിഡേർഡ് റഫ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് അസംഷൻ. Second assumption is footing is laid at a shallow depth. ഫൂട്ടിങ് ചെറിയൊരു ഡെപ്തിലാണ് ഇടുക. സോ അതൊരു ഇമേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കണ്ട ഇമേജ് തന്നെയാണ്. DF എന്ന് പറയുന്നതാണ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ്, B എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. സോ യൂഷ്വലി ടെർസാഗിന്റെ തിയറി അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഫൂട്ടിംഗ് ഈസ് ലെയ്ഡ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ ഈ ഒരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ്. ദ ഫൂട്ടിംഗ് ഈസ് ലെയ്ഡ് അറ്റ് എ ഡെപ്ത് സച്ച് ദാറ്റ് ഈ ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത്. സോ ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫൂട്ടിംഗ് ഈസ് ലെയ്ഡ് അറ്റ് എ ഷാലോ ഡെപ്ത്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തതെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ സോയില് നമ്മളിവിടെ ഫൗണ്ടേഷൻ കൺസിഡർ ചെയ്താൽ ഇതാണ് നമ്മുടെ സ്ട്രെസ്ഡ് ആവാൻ പോകുന്ന സോയിൽ ലെയർ അല്ലെ. അതിന്റെ മുകളിലോട്ടും സോയിലുണ്ട്. പക്ഷെ ആ മുകളിലുള്ള സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ മുകളിലുള്ള സോയിലിന്റെ ഷിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതിന്റെ താഴോട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഈ എൻറ്റയർ സോയിലിന്റെ വെയിറ്റ് നമ്മളൊരു സർചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ലെവലിൽ, അതായത് ഈ ഫൗണ്ടേഷന്റെ ലെവലിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരു UDL പോലെയാണ് നമ്മൾ ആ ലോഡ് എടുക്കുക. സർചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ ഒരു ബ്രൗൺ ആരോസ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗാമ DF. അതാണ് സർചാർജ്. സോ സോയിൽ എബവ് ദ ബേസ് ഓഫ് ഫൂട്ടിംഗ്, ഫൂട്ടിങ്ങിന്റെ ബേസിന്റെ മുകളിലുള്ള സോയിലിലെ നമ്മളൊരു സർചാർജ് ആയിട്ടാണ് എടുക്കുക. ആ സർചാർജിന്റെ വാല്യൂ ഗാമ DF ആണ്. ആ സർചാർജ് ആക്ട് ചെയ്യുന്ന പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഫൗണ്ടേഷന്റെ മുകളിലുള്ള സോയിലിലെ ഷിയർ സ്ട്രെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അതാണ് മൂന്നാമത്തത്. നാലാമത്തതെന്ന് വെച്ചാൽ ഫൂട്ടിങ്ങിൽ നിന്ന് വരുന്ന ലോഡ് ഒരു UDL ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഫൂട്ടിങ്ങിൽ നിന്ന് വരുന്ന ലോഡ് എന്ന് വെച്ചാൽ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ് ഒരു UDL ആയിട്ടാണ് നമ്മൾ
കൺസിഡർ ചെയ്യുക. അഞ്ചാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഫൂട്ടിംഗ് ഈസ് ലോങ്. ഞാൻ പറഞ്ഞത് സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് അല്ലെ. അപ്പൊ എത്രത്തോളം വാളുണ്ടോ അത്രത്തോളം തന്നെ ഫൂട്ടിംഗ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ടെർസാഗിന്റെ അസംഷൻ ഇതാണ്, ഫൂട്ടിംഗ് ഈസ് ലോങ്. ഫൂട്ടിംഗ് ഈസ് ലോങ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഈസ് ഇൻഫിനിറ്റ്. അതായത് വിഡ്ത്ത് വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ലെങ്ത് ഒരുപാട് കൂടുതലാണെന്ന് അർത്ഥം. where L is the length and B is the width of footing. അതാണ് അഞ്ചാമത്തെ അസംഷൻ. ലാസ്റ്റ് അസംഷൻ ഈസ് ദാറ്റ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ ബിലോ ദ ഫൂട്ടിംഗ് ഈസ് ഗവേൺഡ് ബൈ മോർ-കൊളം ഇക്വേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഡിപ്ലോമ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നില്ല. മോർ-കൊളം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത്തിന് വേണ്ടിയുള്ള ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. നമ്മളത് പഠിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മൾ ടെർസാഗീസ് തിയറം അറിയാൻ വേണ്ടി മാത്രം ഈ അസംഷൻ ഓർത്ത് വെക്കുക. ഷിയർ സ്ട്രെങ്ത് നമ്മളിപ്പോൾ മുകളിലത്തെ ഷിയർ സ്ട്രെങ്ത് നെഗ്ലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു, പക്ഷെ താഴത്തെ സോയിലിന്റെ ഷിയർ സ്ട്രെങ്ത് വി ആർ ഫൈൻഡിങ് ബൈ മോർ-കൊളം ഇക്വേഷൻ. സോ ഇത്രയും അസംഷൻസ് ആണ് ടെർസാഗീസ് തിയറിയിലുള്ളത്. ഈ അസംഷൻസും അതുപോലെ ഒരു മോഡലും വെച്ചിട്ടാണ് ടെർസാഗി അദ്ദേഹത്തിന്റെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ മോഡലാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവല്. ഈ ബ്രൗൺ ഹാച്ച് കൊടുത്തിരിക്കുന്ന ഗ്രൗണ്ട് ലെവലാണ്. അവിടെ ഒരു ഫൂട്ടിംഗ് ഉണ്ട്. ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് DF ആണ്. ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് B ആണ്. ഗാമ DF നേരത്തെ പറഞ്ഞു സർചാർജ്. ഓക്കെ, സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽ മുകളിൽ, ഈ ഒരു ലെയറിന്റെ മുകളിലുള്ള സോയിൽ കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ആണ് സർചാർജ്. അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഓവർ ബർഡൻ പ്രഷർ. സോ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന സോയിൽ കൊണ്ടുണ്ടാകുന്ന പ്രഷറിനാണ് നമ്മൾ ഓവർ ബർഡൻ പ്രഷർ എന്ന് പറയാം. അതാണ് ഈ ഗാമ DF. അത്രയും കാര്യങ്ങൾ വരച്ചു. പിന്നെ ടെർസാഗിന്റെ ഫെയിലർ മോഡൽ ഇതാണ്. ഇങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെഡ്ജ് പോർഷൻ ഇവിടെ ഫോം ചെയ്യും. കണ്ടോ? ജസ്റ്റ് സീ ദിസ്. ഇങ്ങനെ ഒരു വെഡ്ജ് പോർഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനൊരു ഈ ഫൂട്ടിങ്ങിന്റെ താഴെ ഒരു ട്രയാങ്കുലർ വെഡ്ജ് പോർഷൻ ഉണ്ടാവും. അതിനെ സോൺ 1 എന്ന് വിളിക്കുന്നു. സോൺ 1 ട്രയാങ്കുലർ വെഡ്ജ് സോൺ. ഈ ഒരു സോണിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫൂട്ടിങ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു സോണിൽ സോയിലും ബിഹേവ് ചെയ്യുക. നമ്മളിപ്പോൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൂട്ടിങ് പോകുന്ന പോലെ തന്നെ ഈ സോയിലും പോകും. So actually what we consider is this: in zone 1 the soil here acts as a part of footing itself. So അത് സോയിൽ ആയിട്ടല്ല ആക്ച്വലി ഇരിക്കുന്നത്, ഫൂട്ടിങ്ങിന്റെ ഒരു പാർട്ട് ആയിട്ട് തന്നെ. നമ്മളിപ്പം ഫൗണ്ടേഷനോട് ചേർന്നുള്ള സോയിലിൽ എന്തെങ്കിലും അമർത്തി കഴിഞ്ഞാൽ അത് ഫൗണ്ടേഷൻ പോകുന്ന പോലെ തന്നെ പോകും. ഫൗണ്ടേഷനെ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന സോയിൽ, അതാണ് സോൺ 1. ആ ഒരു വെഡ്ജ് പോർഷനിൽ ഫൗണ്ടേഷൻ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന സോയിലാണ് ഉള്ളത്. അതാണ് സോൺ 1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ സോൺ, പിന്നെ ഇവിടെ നിന്ന് ഉള്ള രണ്ടാമത്തെ സോണാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് പോർഷൻസ് ഉണ്ട്. ആ പോർഷനെ ടെർസാഗി വിളിക്കുന്ന പേരാണ് റേഡിയൽ ഷിയർ സോൺ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത്രയും പോർഷൻ ഇപ്പോൾ ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യുക. ഫൗണ്ടേഷൻ ഉണ്ട്, ഈ 1 എന്ന് പറയുന്ന സോൺ ഫൗണ്ടേഷൻ പോലെയാണ് ആക്ട് ചെയ്യുക. സോ അത് താഴോട്ട് വരുന്ന സമയത്ത് എന്താവും? അതിന്റെ സൈഡിലുള്ള കുറെ ലെയർ ഉണ്ടാവും അല്ലെ. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ ഫൗണ്ടേഷൻ ആയിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. സോ അത് പിടിച്ചിട്ട് അതിന്റെ ചുറ്റുമുള്ള സോയിലിനെ പിടിച്ച് തള്ളും അല്ലെ. അങ്ങനെ തള്ളുന്ന സമയത്ത് അവിടെ കുറെ ഷിയർ സോൺസ് വരും അല്ലെ. ഈ ഒരു ഏരിയയിൽ ഷിയർ വരുന്നുണ്ട് അല്ലെ. ഈ ലൈൻ അനുസരിച്ച് ഷിയർ വരുന്നു. ഇവിടെ ഒരു സോയിൽ ടൈപ്പ് ഉണ്ട്, ഇവിടെ ഒരു സോയിൽ ടൈപ്പ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ തള്ളുമ്പോൾ അവിടെ ഷിയർ വരും. ആ ഷിയർ ആക്ട് ചെയ്യുന്ന റേഡിയൽ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് അതിന്റെ റേഡിയൽ ഷിയർ സോൺ എന്ന് വിളിക്കുക. സോ ഇവിടെ ഈ ലെയറിൽ ഈ സോയിൽ കൊണ്ടുണ്ടാകുന്ന കൊഹഷൻ ഉണ്ടാവും. സോയിൽ കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ. ഇപ്പൊ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഈ ലെയറും തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ലെയറിൽ കൊഹസീവ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ പിടിച്ച് തള്ളുമ്പോൾ അല്ലെ, ഈ ഒരു ലോഡ് വന്ന് ഇത് താഴോട്ട് തള്ളുമ്പോൾ ഈ സോയിൽ തിരിച്ച് നല്ല അത്യാവശ്യം കട്ടിയായിട്ടിരിക്കുന്ന സാധനമല്ലേ. അപ്പൊ ഇങ്ങോട്ട് തള്ളുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ റീറ്റെയിനിങ് വാൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ റീറ്റെയിനിങ് വാളിന്റെ ഇപ്പുറത്തെ സോയിൽ കൊണ്ട് റീറ്റെയിനിങ് വാളിൽ ഒരു പ്രഷർ ഉണ്ടാവുന്ന പോലെ ഈ ഒരു സാധനം ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ ഈ ലെയറിൽ ഈ സോയിൽ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ രണ്ട് പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു സോണാണ് റേഡിയൽ ഷിയർ സോൺ. നിങ്ങൾ അത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട. എന്താണ് ആ സോൺ എന്ന് അറിഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഡിയൽ ഷിയർ സോൺ. സോ റേഡിയൽ ഷിയർ സോണിൽ ഷിയർ ഫോഴ്സ് ഡെവലപ്സ് റേഡിയൽ. മൂന്നാമത്തെ സോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തോട്ട് രണ്ട് സോൺ ഉണ്ട്. സോൺ 3 ദാറ്റ് ഈസ് റാങ്കൈൻസ് പാസീവ് സോൺ.
റാങ്കൈൻസ് പാസീവ് സോണിലാണ് നമ്മുടെ സർചാർജ് ആക്ട് ചെയ്യുക. ഓക്കെ, സോൺ വെർ ഓവർ ബർഡൻ പ്രഷർ ആക്ട്സ്. ഓവർ ബർഡൻ പ്രഷർ എന്ന് പറഞ്ഞാൽ സർചാർജ് തന്നെയാണ് ഞാൻ പറഞ്ഞു. സോ ദീസ് ആർ ദ 3 സോൺസ് ഇൻ ദ അനാലിസിസ് മോഡൽ. സോ നിങ്ങളോട് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ അസംഷൻസ് എഴുതുന്നു, രണ്ടാമത് ഈ ഫിഗർ വരയ്ക്കുന്നു. ഈ ഫിഗർ ആണ് ടെർസാഗിന്റെ അനാലിസിസ് മോഡൽ. എന്നിട്ട് ഈ 3 സോൺ എന്താ, സോൺ 1 എന്താണ്, സോൺ 2 എന്താണ്, സോൺ 3 എന്താണെന്ന് എഴുതുന്നു. സോൺ 1 എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ വെഡ്ജ് സോൺ, സോൺ 2 എന്ന് പറഞ്ഞാൽ റേഡിയൽ ഷിയർ സോൺ, സോൺ 3 എന്ന് പറഞ്ഞാൽ റാങ്കൈൻസ് പാസീവ് സോൺ. ഇവിടെ കുറച്ച് ആംഗിൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. 5 ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് അല്ലെ. നമ്മൾ സാധാരണ ഒരു മണൽ ഹീപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ സ്വന്തം വെയിറ്റ് അനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന ആംഗിൾ, അതിനാണ് ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയാന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതാണ് 5 എന്ന് പറയുന്നത്. സോ ഫെയിലിയർ ആംഗിൾ നമ്മൾ പറഞ്ഞു മോർ കൊളംബ് ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. ആ മോർ കൊളംബ് ഇക്വേഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. 45 - 5 അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ഈ ഇമേജ് ഓർത്തിരിക്കുക, എന്നിട്ട് ഈ ആംഗിൾ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ച് ഈ ഇമേജ് വരയ്ക്കുക, ഈ 3 സോണ് മാർക്ക് ചെയ്യുക. ഇതാണ് ടെർസാഗിന്റെ അനാലിസിസ് മോഡൽ. അടുത്ത് നമ്മൾ ടെർസാഗീസ് തിയറത്തിൽ അറിയേണ്ടത് ടെർസാഗീസ് ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ ആണ് ടെർസാഗിന്റെ ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻ. ഈ ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുന്ന QU is equal to C'(NC) plus Q0 NQ plus 0.5 gamma BN gamma. Terzaghi's equation for bearing capacity. ഇതിൽ QU എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. സോ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് നമുക്ക് ഈ ഇക്വേഷൻ വഴി കിട്ടുക. ഇനി NC, NQ, N ഗാമ ഇത് 3 കോൺസ്റ്റൻസ് ആണ്. ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. NC, NQ, N ഗാമ. അതിൽ NCന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. cot 5' into a²/2 cos² 45 5'/2 - 1. NQ is a² / 2 cos² 45 plus 5'/2, where A is nothing but e raised to 3p/4 minus 5'/2 tan 5'. And the last one, N gamma half into kp/cos² 5² - 1 into tan 5'. ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആ അസംഷൻസ് ഉപയോഗിച്ച് നമ്മൾ വരച്ച അനാലിസിസ് മോഡല് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല, ജസ്റ്റ് മെമ്മറൈസ് ദിസ് ഇക്വേഷൻ. Ultimate bearing capacity by Terzaghi's equation is C'(NC) plus Q0 NQ plus 0.5 gamma BN gamma, where NC is this one, NQ is this one, N gamma is this one. So NC, NQ, N gamma ഞാൻ പറഞ്ഞു bearing capacity factors ആണ്. 5' നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ആണ്. KP എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ആ ഒരു ലെയറിൽ റേഡിയൽ ഷിയർ സോണിന്റെ ലെയറിൽ കോഹഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ സോയിൽ ലെയർ അപ്പുറത്തോട്ട് തള്ളുന്നുണ്ട്. അപ്പോൾ ഒരു എർത്ത് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ആ എർത്ത് പ്രഷറിന് ആവശ്യമുള്ള ഒരു കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ. എർത്ത് പ്രഷർ ചാപ്റ്റർ നമുക്ക് ഡിപ്ലോമയിൽ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് KP കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് C' ഞാൻ പറഞ്ഞു കോഹഷൻ ആണ്. Q0 എന്ന് പറഞ്ഞാൽ ഓവർ ബർഡൻ പ്രഷർ നമ്മൾ ഷോർട്ടായിട്ട് കാണിക്കാൻ വേണ്ടി എടുക്കുന്നേ ഉള്ളൂ. ഓവർ ബർഡൻ പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗാമ DF. ഓവർ ബർഡൻ പ്രഷർ എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് B, വിച്ച് ഈസ് ദ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ഇതാണ് ടെർസാഗീസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. അപ്പൊ സ്റ്റേറ്റ് ടെർസാഗീസ് തിയറം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അസംഷൻസ് ചെയ്ത ആ ഫിഗർ വരച്ചിട്ട് 3 സോൺസ് മാർക്ക് ചെയ്യുക. Then you write the Terzaghi's equation. With this, we conclude today's section. In next class, we will be discussing about water table effect on bearing capacity. So water table ഉണ്ടെങ്കിൽ bearing capacity എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക എന്നാണ് അടുത്ത ക്ലാസ്സിൽ. രണ്ടൊരു ചെറിയ ഡെറിവേഷൻ ആണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. So bye for today.